അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായ നരിവേട്ട കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു നോവാണ് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുന്നത്. പക്ഷെ എനിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ ഉള്ള സിനിമകളൊക്കെ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. ഇതിനു മുമ്പ് കുറച്ച് നല്ല പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞൊരു സിനിമയായിരുന്നു നമ്മുടെ അരികെ എന്ന് പറയുന്ന സിനിമ. എന്നാൽ ഇത് കുറച്ചുകൂടി കമേഴ്ഷ്യൽ രീതിയിൽ, എന്റർടൈനർ എന്ന രീതിയിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ നരിവേട്ട. നരിവേട്ട എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുത്തങ്ങ സമരം അല്ലെങ്കിൽ 2003 നടന്ന മുത്തങ്ങ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അത് സംവിധായകനായാലും അണിയറ പ്രവർത്തകരാണെങ്കിൽ തന്നെ പ്രസ് കോൺഫറൻസിലും അതുപോലുള്ള പരിപാടികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഡോക്യുഫിക്ഷൻ അല്ല, ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു തന്നെയാണ് ഇതിന്റെ മേക്കേഴ്സ് സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമ എന്ന രീതിയിൽ, അതായത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പാട്ടുണ്ട്, അതുപോലെ അതുകൂടാതെ നായകന്റെ ലൈഫ് കാണിക്കുന്നു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ നായകന്റെ ഒരു ലൈഫിലൂടെയാണ് മുത്തങ്ങ സംഭവം കാണിക്കുന്നത്. അതായത് വർഗീസ് എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം ചെയ്യുന്നത് ടോവിനോ തോമസ് ആണ്. അയാൾ ആലപ്പുഴ നിന്നും വയനാട് എത്തുകയും വയനാട് പോലീസ് ഡ്യൂട്ടി ചെയ്യുകയും അതിനിടയിൽ ഉണ്ടാവുന്ന വെടിവെപ്പും തുടർന്നുണ്ടാവുന്ന സാഹചര്യങ്ങളും എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു വലിയൊരു വിഷയമാണ്. അപ്പൊ അത് ഈ ഒരു നായകന്റെ ലൈഫിലൂടെയാണ് സംവിധായകനാണെങ്കിലും അതുപോലെ തന്നെ എഴുത്തുകാരനാണെങ്കിലും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു എഴുത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളാണ്. കാരണം നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ വല്ലാത്ത ഗിമിക്കുകളോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നായകന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രണയം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ക്ലീശ ആയിട്ടുള്ള നായകന്റെ അല്ലെങ്കിൽ നായികയുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ്, ഒരു സർക്കാർ ജോലി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി വേണം എന്നൊക്കെ പറയുന്ന, അവരെ കളിയാക്കുന്ന നായകനെ കളിയാക്കുന്ന, ജോലിയില്ലാത്ത നായകനെ കളിയാക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അതല്ലാതെ വേറൊരു ക്ലീശ പരിപാടികളില്ല. ഈ ക്ലീശയൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നതാണ് വേറെ സത്യം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു കാണിക്കുന്നത്. പിന്നെ മുത്തങ്ങയിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉണ്ട്, പിന്നെ അതുപോലെ അതിനിടയിൽ ഇതൊക്കെ വന്നു പോകുന്നുണ്ട്. എന്നാലും ഇതൊരു വിടുതലയോ അല്ലെങ്കിൽ നമ്മുടെ വെട്ടിമാരുടെ സിനിമകളായ അസുരനോ അല്ലെങ്കിൽ വിസാരണ ഇതുപോലത്തെ ആ ഒരു അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള പരിപാടികൾ, വല്ലാത്തൊരു വയലൻസോ അങ്ങനെയൊന്നും ഈ സിനിമ എന്തായാലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് 2003 നടന്ന മുത്തങ്ങ ഇൻസിഡന്റിൽ കുറച്ച് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടിൽ വരാത്ത പല ആൾക്കാരും മരിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇതൊന്നും അത്ര പരിചയമൊന്നുമില്ല. ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഇതെല്ലാം കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം എന്ന് മാത്രം. എന്നാലും ഭയങ്കര ഒരു സംഭവമായിട്ട് നമ്മളും കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അതായത് ഇപ്പൊ അറിയില്ല എന്നല്ല, അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഈ സിനിമകൾ കാണുമ്പോൾ ടൊവിനോനെ പോലെയുള്ള ഒരു നായകൻ, പുതിയ കാലത്തെ നായകൻ, അവരിലൂടെ ഈ സിനിമ പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇതിനെക്കുറിച്ച് അറിയുകയും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഭൂമിയില്ലാത്ത കുറച്ച് മനുഷ്യർ നടത്തിയിട്ടുള്ള സമരമാണ് സർക്കാരിനെതിരെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം. എന്തായാലും അതൊരു നല്ലൊരു തീമാണ്. എന്തായാലും ഒരു സിനിമയ്ക്ക് പറ്റുന്ന തരത്തിൽ ഇതെന്തായാലും വല്ലാത്ത ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ തരത്തിലൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, അതായത് ഒരു ആദിവാസികൾ ഭാഷ ഉപയോഗിക്കുന്നതാണെങ്കിലും അതുകൂടാതെ പല പല കാര്യങ്ങളെല്ലാം ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് നമ്മുടെ അനുരാജ് മനോഹർ, അതുപോലെ തന്നെ ഇതിന്റെ എഴുത്തുകാരനുള്ള അബിൻ ജോസഫ്, ഇവരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് സിനിമയുടെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ആ ഒരു ഫീല് കിട്ടാനായിട്ടുള്ള ഒരു പാട്ടുകളും, ജെയ്ക്സ് ബിജോയിന്റെ പാട്ടുകളായാലും അതുപോലെ തന്നെ ഈ പാടിയിരിക്കുന്ന ഗായകന്മാരാണെങ്കിലും അവരെല്ലാം വോയിസ് നമുക്ക് ഇതിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഒരു ഒരു ഫീലിംഗ് ആണ് അത് തിയേറ്ററിൽ കാണുമ്പോൾ. ടോവിനോ തോമസിന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. അതായത് വർഗീസ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ചില സമയത്ത് ഒരു സ്വാർത്ഥനാണ്. തൻ്റെ ജോലി, തനിക്ക് കിട്ടേണ്ട ആ ഒരു ജീവിതം അല്ലെങ്കിൽ തൻ്റെ പ്രണയം, ഇതിലെല്ലാം ഭയങ്കര സ്വാർത്ഥൻ ചില സമയത്താണ്. ചില സമയത്ത് അദ്ദേഹം അയാളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോട് അവരോട് സ്നേഹം കാണിക്കുന്നു. അവരിൽ ബഷീർ എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറമ്മൂട് ചെയ്യുന്ന കഥാപാത്രം, ഈ പറയുന്ന നമ്മുടെ വർഗീസിന്റെ കഥാപാത്രം വളരെയധികം നല്ലൊരു ഇതിലാണ് പോകുന്നത്, നല്ല ടേംസിലാണ് പോകുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു
ഈ സിനിമയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്ന മുത്തങ്ങ സമരത്തിൽ ഈ പറയുന്ന ക്യാരക്ടറിന് വർഗീസ് നല്ലൊരു കാര്യം അതായത് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ആ പരിപാടികളൊക്കെ വളരെ രസകരമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ സാധാ പോലീസുകാരൻ എങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ അയാളുടെ മുഖത്ത് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ, അങ്ങനത്തെ പരിപാടികൾ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് ടോവിനോ തോമസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ടോവിനോ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചേരനാണ്. ചേരൻ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന് അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേശവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചേരൻ്റെ മലയാളം ഡെബ്യൂ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നന്നായിട്ട് തന്നെ ചേരൻ ഈ സിനിമയിൽ ആസ് എ സട്ടിലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് അതൊരു കുറച്ച് അധികം സീനുകളില്ലെങ്കിലും വളരെ നന്നായിട്ട് സട്ടിലായിട്ട് പുള്ളി നന്നായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ആണെങ്കിലും നമ്മുടെ ആര്യ സലീം ചെറിയ കഥാപാത്രമല്ല, അവർ ചെയ്തിരിക്കുന്ന ആ ഒരു ആദിവാസി ലീഡറിൻ്റെ ക്യാരക്ടർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നന്നായിട്ട് തന്നെ അവർക്കത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റോളിൽ അവർ ഭയങ്കര ആപ്റ്റുമായിരുന്നു.